പ്രേക്ഷകരെ, ഇറാൻ US രണ്ടാം ഘട്ട സമാധാന ചർച്ച നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ഇന്ന് ജനീവയിലാണ് നടക്കുന്നത്. ഇറാനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പങ്കെടുക്കും. US-നായി സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കുഷ്ണറും പങ്കെടുക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് ഒമാനാണ് മധ്യസ്ഥത വഹിക്കുക. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ സൈനിക അഭ്യാസവുമുണ്ട്. ഗൗതം അമ്രകുഞ്ചം വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് പോകുന്നത് ആശ്വാസകരമായ കാര്യമാണ്. പിന്നെ ഈ ആണവ കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഉപരോധം മാറ്റുകയാണെങ്കിൽ ചർച്ചയ്ക്കും ഒക്കെ തയ്യാറാണ് എന്നുള്ള രണ്ട് കൂട്ടരുടെയും നിലപാട് സ്വാഗതാർഹവുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ രണ്ടാം ഘട്ട ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷ, ഒരു ധാരണയിലേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യത ഉണ്ടോ ഈ ഘട്ടത്തിൽ? ഇത് ധാരണയിലെത്താനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നില്ല. കാരണം നേരത്തെ ഈ ഇറാന്റെ പ്രതികരണങ്ങളൊക്കെ ന്യൂക്ലിയർ ഡിസാർമമെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അത് സീറോ ന്യൂക്ലിയർ ഡിസാർമമെന്റ് എന്നുള്ള, അതായത് ന്യൂക്ലിയർ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നുള്ള അമേരിക്കൻ തീരുമാനത്തോട് ഇപ്പോഴും ഇറാൻ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. അവർ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര അറ്റോമിക് എനർജി കൗൺസിലിന്റെ നേതാക്കളുമായി സംസാരിക്കുകയും രാജ്യത്ത് ന്യൂക്ലിയർ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അത് വലിയ പുരോഗമനപരമായിട്ടുള്ള ഒരു ചർച്ചയായി മാറിയെന്നായിരുന്നു അബ്ബാസ് അരാഗ്ചി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചത്. അതുകൊണ്ട് പൂർണ്ണമായ നിരായുധീകരണം, ന്യൂക്ലിയർ നിരായുധീകരണം എന്ന അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തോട് ഇറാൻ പൂർണ്ണമായും സഹകരിക്കാൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ മിസൈൽ പദ്ധതിയിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന റെഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തോട് US ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും മിസൈൽ പദ്ധതികൾ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടും അന്തിമ തീരുമാനത്തിലെത്തുക. അതുകൊണ്ട് തന്നെ ഇറാൻ നിലവിൽ ആഗ്രഹിക്കുന്നത് പരിമിതമായ തരത്തിലേക്ക്, അതായത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് രണ്ടു കൂട്ടർക്കും തട്ടുകേടില്ലാത്ത തരത്തിലേക്ക് ഒരു ധാരണയിൽ എത്തുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ ചെറിയ ധാരണ പോരാ, അവർ ആവശ്യപ്പെടുന്ന മുഴുവൻ ധാരണയിലേക്കും കാര്യങ്ങൾ എത്തണമെന്നാണ് കഴിഞ്ഞ ദിവസം ഡച്ച് സന്ദർശനത്തിനിടെ മാർക്കോ റൂബിയോ, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. അപ്പോൾ അമേരിക്കയുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടിൽ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇറാൻ ഈ പറയുന്ന നിയന്ത്രിതമായ അല്ലെങ്കിൽ ഒരു പരിധിവരെയുള്ള നിരായുധീകരണത്തിനോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിസാർമമെന്റിനോ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് തരത്തിലുള്ള സമവായത്തിലേക്ക് എത്തുമെന്നതനുസരിച്ചായിരിക്കും ഈ ധാരണയിലേക്ക് എത്താനുള്ള സാധ്യത. ഇപ്പോൾ അബ്ബാസ് അരാഗ്ചി രാവിലെ തന്നെ ജനീവയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ജനീവയിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ജറാഡ് കുഷ്ണർ ട്രംപിന്റെ ബന്ധു കൂടിയാണ്, നമുക്ക് അറിയുന്നത് പോലെ. അപ്പോൾ അവർ രണ്ടുപേരും നടത്തുന്ന ഇന്നത്തെ ഡിസ്കഷൻസിന് ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാകുക. പക്ഷേ അപ്പോഴും മറുവശത്ത് കോൺഫ്ലിക്റ്റ് തുടരുകയാണ്. ഇറാന്റെ തീരത്ത് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സൈനിക അഭ്യാസം നടത്തുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പടക്കപ്പൽ ഇറാനിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ സ്ഥിരീകരണം BBC ഇന്ന് രാവിലെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഈ ചർച്ച പാളുകയാണെങ്കിൽ അടുത്തതെന്ത് എന്ന ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി, അടുത്തത് എന്ത് എന്നതിനുള്ള ഉത്തരം ഞങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ പടക്കപ്പലുകളുണ്ട്, ഞങ്ങൾക്ക് ചിലപ്പോൾ അത് ആവശ്യം വന്നേക്കും. ആവശ്യം വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് എപ്പോഴും തയ്യാറായി തന്നെ നിൽക്കണമെന്നതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ പടക്കപ്പലുകളെ അവിടെ എത്തിച്ചതെന്നാണ് ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിലും ട്രംപിന്റെ പ്രതികരണമുള്ളത്. അതുകൊണ്ട് എത്ര കണ്ട് നല്ല ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം നിലവിൽ രണ്ടു കൂട്ടരിലുമൊക്കെ ഇത്രയും കാലമായിട്ടും രണ്ടുപേരും ഞാൻ പിടിച്ച കൊമ്പിന് 3 കൊമ്പ് എന്ന്, അങ്ങനെ അല്ല, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പല്ലേ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ? അങ്ങനെ പറഞ്ഞിരുന്ന രണ്ടുപേര് ചർച്ചയിലെ രണ്ടാം ഘട്ടം വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് രണ്ടാം ഘട്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പം നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.